മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കൃഷി മധുര കിഴങ്ങ്, അത് കൃഷി ചെയ്യുകയാണ്. നമുക്കറിയാം, നമുക്ക് ധാരാളം ഇഷ്ടമുള്ള അത് വളരെ സ്വാദിഷ്ടമായ ആ ഒരു കിഴങ്ങ് ആണ് കപ്പക്കിഴങ്ങ്, അഥവാ മധുരക്കിഴങ്ങ്. കപ്പക്കിഴങ്ങ് എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ രുചിയിൽ മാത്രമല്ല, ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും അടങ്ങിയ ഒരു വിള കൂടിയാണ്. മുൻകാലങ്ങളിൽ കേരളത്തിൽ ധാരാളമായി ആൾക്കാർ ഇത് കൃഷി ചെയ്തിരുന്നു, ഇടവിളയായിട്ടും അല്ലാതെയൊക്കെ. എന്നാൽ ഇപ്പോഴിത് കാണാനില്ല. എന്നാൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ധാരാളമായിട്ട് വളരുന്ന ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് കഴിക്കാൻ സ്വാദിഷ്ടമാണ്. അപ്പം ആരോഗ്യഗുണങ്ങളുള്ളത് പോലെ ഇതിൻ്റെ ഇലയും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഇതിൻ്റെ ഇല തോരനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളായ പശുവിനും ആടിനും ഒക്കെ ഇതിൻ്റെ ഇലകൾ കൊടുക്കാൻ സാധിക്കും. യാതൊരു ദോഷവശങ്ങളുമില്ല. അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ നമ്മുടെ മുട്ടക്കോഴിക്കും ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പൊതുവെ നടുക എന്ന് പറയുമ്പോൾ ഓരം കോരുക. ഓരം കോരി പിന്നെ അതിന് തടം വെട്ടി ഇതിൻ്റെ 4-5 മുട്ടുകൾ വരത്തക്ക രീതിയിൽ നീളത്തിൽ ഇത് മുറിച്ചെടുത്ത് 2 മുട്ട്, ഇതൊരു മുട്ട് 2 മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിലാണ് നട്ടു കൊടുക്കേണ്ടത്. അങ്ങനെ നട്ടു കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് കിളിച്ചു വരുന്ന വളമൊക്കെ ചേറിയതിന് ശേഷം ആ കിളിപ്പിൻ്റെ, അതായത് ആ കിളിച്ചു വരുന്ന വള്ളിയുടെ മുകളിലൂടെ മണ്ണ് വെട്ടിയിട്ടാണ് ഇതിൻ്റെ ഉൽപ്പാദനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ വള്ളി ലഭ്യമല്ലെങ്കിൽ കപ്പക്കിഴങ്ങ് നമുക്ക് ഈ മധുരക്കിഴങ്ങ് ഏതെങ്കിലും കടകളിൽ നിന്ന് വാങ്ങിച്ച് ആ കിഴങ്ങ് നട്ട് അതിൻ്റെ വള്ളി ഉണ്ടാക്കിയെടുത്ത് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴേ നടാൻ പറ്റുന്ന സമയമാണ്. വളരെ വളമൊന്നും ഇതിന് ആവശ്യമില്ല. നമ്മൾ ഓരം കോരുക, അല്പം ചാണകപ്പൊടിയും ചാമ്പലും അല്പം എല്ലുപൊടിയും മാത്രം ഇതിന് ചേർത്ത് നമുക്ക് നടാം. അല്ലെങ്കിൽ നടാൻ നേരം വളമൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെയും ഇത് കിളിച്ചതിന് ശേഷം വളം ചേറിക്കൊണ്ട് മണ്ണ് വെട്ടി ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും കിളിക്കുക ആ വള്ളിയിലും പിന്നെ ഇതിൻ്റെ കായ്ഫലം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇത് നടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരം കീറുകയും തടം വെട്ടുകയും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിന് നടാനുള്ള പണ അല്ലെങ്കിൽ ഓരം ശരിയാക്കിയിട്ടുണ്ട്, തടവും വെട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് നടാനുള്ള രീതി ഒരുക്കണം. ഇപ്പം നമ്മൾ വളമൊന്നും തന്നെ ഇടാതാണ് നടന്നത്. കിളിച്ച് വള്ളി പടർന്നതിന് ശേഷം വെല്ലുവിടിയും ചാണകപ്പൊടിയും ചാമ്പലും ഒക്കെ വിതറിയതിന് ശേഷം ആ വള്ളിയിലും കൂടി 2 സൈഡിൽ നിന്ന് മണ്ണ് വെട്ടിയിട്ട് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. ആ രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. നമ്മൾ കപ്പത്തണ്ട് മുറിച്ചു, തടമെല്ലാം റെഡിയാക്കി. അപ്പം നമ്മൾ നടാൻ പോവുകയാണ്. 2 മുട്ട് മണ്ണിലടിക്കത്തക്ക രീതിയിലാണ് നട്ടു കൊടുക്കുന്നത്. ഇങ്ങനെ മണ്ണ് ശരിക്ക് ഉറപ്പിച്ച് കൊടുക്കണം. നമ്മൾ മധുരശേമൻ്റെ വള്ളികൾ നട്ട് കഴിഞ്ഞ് ഇനിയും 1 മാസം, മധുരച്ചെമ്പല്ല, മധുര കിഴങ്ങാണ്. മധുരക്കിഴങ്ങിൻ്റെ നടിയിൽ പൂർത്തിയായി. 1 മാസം കഴിയുമ്പോൾ ഇത് കിളിച്ച് വള്ളിയാവുന്നേ നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും ചാമ്പലും കൂടെ ചിതറിക്കൊടുത്ത് മണ്ണ് വെട്ടിയിടുക. അങ്ങനെ പിന്നെ ഒരു വളവും കൂടെ ആ വള്ളിയുടെ മേളിൽ വെട്ടിയിടുക. വളവും ചെറിയ വള്ളിയുടെ മേളിൽ മണ്ണ് വെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം. തീർച്ചയായിട്ടും ഇതിൻ്റെ 2-3 വളപ്രയോഗങ്ങളും ആ വിളവെടുപ്പും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളിതുവരെ എല്ലാവിധ പിന്തുണകളും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂട്ടി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.